Life's most persistent and urgent question is, what are you doing for others? ഞാൻ ബീന. ഞാൻ ഇന്ന് പൊസസീവ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. പൊസസീവ്നെസ് വേഴ്സസ് ലവ് ആണോ, പൊസസീവ്നെസ് എന്നത് ലവ് ആണോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ലവ് എപ്പോഴും പറയുന്നത് ഐ വാണ്ട് യു ടു ബി ഹാപ്പി എന്നും, പൊസസീവ്നെസ് പറയുന്നത് ഐ വാണ്ട് യു ടു മേക്ക് മീ ഹാപ്പി എന്നുമാണ്. ഓഷോ പറഞ്ഞ പോലെ ലവ് ഈസ് നോട്ട് അബൌട്ട് പൊസിഷൻ, ലവ് ഈസ് അബൌട്ട് അപ്രീസിയേഷൻ. ഒരു പൂവിനോട് ഇഷ്ടമാണെന്ന് വെച്ച് ഓവർ സ്നേഹം കാണിച്ച് അതിനെ നശിപ്പിക്കുകയല്ല വേണ്ടത്. ഒരു റിലേഷനിൽ പാർട്ട്ണറിൻ്റെ ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നത് ഒരുതരം പൊസസീവ്നെസ് ആണ്. ഗീവ് ദം സ്പേസ് ആൻഡ് റെസ്പെക്ട് ദർ പേഴ്സണൽ ബൗണ്ടറീസ് എന്നതാണ് സ്നേഹം. പലപ്പോഴും പാർട്ട്ണറിൻ്റെ പേഴ്സണൽ സ്പേസിൽ കയറി ഇടപെടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ പരസ്പരം അവരാഗ്രഹിക്കുന്നത് കെയറിങ് ആണ്, അതിൽ നിന്നുള്ള ഹാപ്പിനെസ് ആണ്, അല്ലാതെ കൺട്രോളിങ് അല്ല. വി ഓൾ നീഡ് സ്പേസ് ടു ഡു തിങ്സ് ദാറ്റ് മേക്ക് us ഹാപ്പി. നമുക്കൊരു കാര്യം ഇഷ്ടമല്ല എന്ന് വെച്ച് നമ്മുടെ പാർട്ട്ണറും അത് ചെയ്യരുത് എന്ന് പറയുന്നതിന് എന്ത് അർഹതയാണുള്ളത്? ഒരാൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നതിലൂടെ അയാൾ പാർട്ട്ണറെ കെയർ ചെയ്യുന്നില്ല, വിലമതിക്കുന്നില്ല എന്നൊക്കെ അർത്ഥമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് പാർട്ട്ണറിനോട് ഡിസ്കസ് ചെയ്യാതെ ഇരിക്കുന്നത്, അത് നമ്മൾ പാർട്ട്ണറിനോട് പറഞ്ഞാൽ അത് നെഗറ്റീവ് അപ്രോച്ചിലേ വരികയുള്ളൂ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ്. എന്നാൽ കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ എൻ്റെ പാർട്ട്ണർ എന്നോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നത് അത് ലവ് ആണ്. ലവ് ഈസ് ട്രസ്റ്റ്. ആ ട്രസ്റ്റ് ഇല്ലാതെയാകുമ്പോഴാണ് പൊസഷൻ ഉണ്ടാകുന്നത്. ഈ പൊസസീവ്നെസ്സിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. പാർട്ട്ണർ ഇല്ലാതെ ജീവിതം മീനിങ്ലെസ് ആണ് എന്ന് തോന്നി തുടങ്ങുന്നത്, അതുപോലെ അവരില്ലാതെ ജീവിതത്തിന് ഒരർത്ഥമില്ല, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല, ജീവിതം സ്റ്റക്കാകും എന്ന ഒരു സ്ട്രോങ് ബിലീഫ് ഉണ്ടാകുന്നു. ദേ പുട്ട് റെസ്ട്രിക്ഷൻസ് ഓൺ യുവർ ആക്ഷൻസ്. ഫ്രണ്ട്സുമായി പുറത്തു പോകുക, അവരുമായി സമയം ചെലവഴിക്കുക, ഫാമിലിയുമായി സമയം ചെലവഴിക്കുക, ഇവരുമായിട്ടൊക്കെ ഫോണിൽ സംസാരിക്കുക, ഇതൊക്കെ പാർട്ട്ണറിനെ അസ്വസ്ഥമാക്കുകയും റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ഈ റിലേഷൻസിനെ എല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ ബന്ധം പ്രശ്നമാകുന്നത് ഇവർ കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ഡ്രസ് ധരിക്കുന്നതിനും റെസ്ട്രിക്ഷൻസ് കാണിക്കുന്നതായി കാണാം. ദേ വോണ്ട് ടു സ്പെൻഡ് ഓൾ ദ ടൈം വിത്ത് യു. എപ്പോഴും പാർട്ട്ണറോടൊപ്പം ഇരിക്കണമെന്ന ആഗ്രഹം. അതുപോലെ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ അമിതമായ ആഗ്രഹമാണ് പാർട്ട്ണറോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇതൊക്കെ സ്നേഹം കൊണ്ടാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഇതെല്ലാം പൊസസീവ്നെസ് തന്നെയാണെന്ന്. ഫ്രീക്വൻ്റ്ലി ആസ്കിങ് WH ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻസ് ഏതാണ്? വേർ, വാട്ട്, വെൻ, വൈ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ. നമ്മുടെ ദിലീപും അനുശ്രീയും വളരെ മനോഹരമായി അഭിനയിച്ച ഒരു സിനിമയാണ് ചന്ദ്രേട്ടൻ എവിടെയാ. വേണ്ടുന്നിടത്തും വേണ്ടാത്തിടത്തും എല്ലാം ചന്ദ്രേട്ടൻ എവിടെയാ എന്ന് ചോദിക്കുന്ന തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അതിന് വളരെയധികം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ബുദ്ധിമുട്ടി മറുപടി പറയേണ്ട ഒരു അവസ്ഥയും പാർട്ട്ണർക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ പാർട്ട്ണറുടെ ഫ്രണ്ട്സിനെ കണ്ടെത്തി അവരോട് കാര്യങ്ങൾ ചോദിക്കുന്ന പാർട്ട്നേഴ്സും. ദേ ട്രൈ ടു മാനിപ്പുലേറ്റ് യു. നമ്മുടെ പാർട്ട്ണർ നമ്മളോടൊരു കാര്യം ചോദിച്ചു, നമ്മളത് സമ്മതിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി അത് നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ അല്ലാതെ തന്നെ നമ്മളോട് ഈ സമ്മതിക്കാത്ത കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണാം. ഹ്യൂമിലിയേറ്റ്സ് യു. നിങ്ങൾ സ്വന്തമായി ഒരു കാര്യം ചെയ്താൽ അവരുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അവരോട് ചോദിക്കാതെ ചെയ്താൽ അവർ അത് ബ്ലോക്ക് ചെയ്യാനും പിന്നീട് നീ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണാം. പൊസസീവ്നെസ്സിൻ്റെ കാരണങ്ങൾ നോക്കാം നമുക്ക്. ഏറ്റവും കൂടുതൽ പൊസസീവായ ആൾക്ക് ഷെയിം, ഇൻസെക്യൂരിറ്റി, ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്നിവയിലൂടെയൊക്കെ കടന്നുപോയ ആളുകൾക്കാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ജലസി,
ലോ സെൽഫ് എസ്റ്റീം എന്നിവ ഉള്ളവർക്ക് ഇത് ആക്കം കൂട്ടും, ഇത് കൂടുതലായിട്ട് വരും. അതും മാത്രമല്ല, ഇതൊക്കെ കൊണ്ട് നമ്മുടെ ആ ഒരു ബന്ധം തന്നെ നിന്നു പോകുന്നതായിട്ട് കാണാം. കൂടാതെ പാർട്ട്ണറിനെ നഷ്ടപ്പെടുമോ എന്ന ഭയം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ ഇല്ലാതായാൽ നമുക്ക് വേറെ ആരുമില്ല എന്ന ഒരു തോന്നൽ, ഇതെല്ലാം ഇൻസെക്യൂരിറ്റിയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇതൊക്കെ തന്നെ ചൈൽഡ്ഹുഡ് ട്രോമയിൽ, പഴയകാലത്ത് ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്നുമുള്ള ചിന്തകളും കൂടിയാണ്. ഹൗ ടു അവോയ്ഡ് പൊസഷൻ, ഇതെങ്ങനെ ഇല്ലാതാക്കാം? ഹൃദ്യമായ ഒരു അനുഭൂതിയാണ് പ്രണയത്തിലെ പൊസസീവ്നെസ്. നിനക്ക് ഞാനും എനിക്കും നീയും എന്ന ഒരു സങ്കല്പം. നമ്മുടെ സിനിമയിൽ നിന്ന്, സമൂഹത്തിൽ നിന്നും നമുക്ക് കിട്ടിയ ഒന്നാണ് പ്രണയമെന്ന സങ്കല്പം. ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും വാല്യൂ അഡീഷൻ അഥവാ ഗ്രോത്ത് ഉണ്ടാകണം. അല്ലാതെ നമ്മുടെ നീഡ്സ് മറന്ന് നമ്മൾ പാർട്ട്ണറുടെ അടിമയായി മാറുകയല്ല വേണ്ടത്. പൊസസീവ്നെസ്സിന്റെ പ്രധാന കാരണം ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, ഷെയിം, ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്നൊക്കെയാണെന്ന് ഞാൻ പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള പാസ്റ്റിലുള്ള കുറേ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് പൊസസീവ്നെസ് കാരണമാകും. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രസന്റിൽ ജീവിക്കണം. പാസ്റ്റിലോ ഫ്യൂച്ചറിലോ അല്ല, പ്രസന്റിൽ ജീവിക്കണം. അതിനായിട്ട് മൈൻഡ്ഫുൾനെസ് എക്സസൈസ് വളരെ പ്രയോജനപ്പെടുന്നതായിട്ട് കാണാം. പൊസസീവ്നെസ് ഫീലിംഗ് വരുമ്പോൾ അതിനെപ്പറ്റി പാർട്ട്ണറുമായിട്ട് നമ്മൾ സംസാരിക്കുക, നമ്മൾ ഓപ്പൺ ആകുക, ട്രാൻസ്പെറൻ്റ് ആകുക. പാർട്ട്ണർ ഒരു ഇൻഡിവിഡ്വൽ ആണെന്നും അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കുക. ഇതൊന്നും പ്രാവർത്തികമായില്ല എങ്കിൽ നമ്മൾ ഒരു പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പൊസസീവ്നെസ് നമുക്ക് മാറ്റാം. നമ്മുടെ റിലേഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്കും റീചെക്കും ഒക്കെ ചെയ്യണം. കാരണം അത് പൊസഷൻ ലൈനിലാണോ സ്നേഹത്തിൻ്റെ ഭാഷയിലാണോ എന്ന് മനസ്സിലാക്കാൻ. ഒരു റിലേഷനിൽ വാല്യൂ അഡീഷൻ അഥവാ ഗ്രോത്ത് ഉണ്ടാകണം. അല്ലാതെ സ്വന്തമാക്കി വെച്ച് അനുഭവിക്കലല്ല പ്രണയം എന്ന് പറയുന്നത്. പരസ്പരം ബഹുമാനിച്ച് വളരാൻ അനുവദിക്കണം. അങ്ങനെ ആ റിലേഷൻ നല്ലതാകുകയുള്ളൂ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.